ഹലോ വെൽക്കം ബാക്ക് ടു KTU സിവിൽ ആൻഡ് മെക്കോറ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിസ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 1 ആണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക്കോറ. സോ നമുക്ക് മൊഡ്യൂൾ 1 ഇന്ന് എന്തൊക്കെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ നോക്കാം. ഫസ്റ്റത്തെയാണ് വേരിയസ് ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അതിൽ അഞ്ച് ടൈപ്പാണ് പഠിക്കുന്നുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അതിന് അവസാനത്തെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. രണ്ടാമത്തെയാണ് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്. മൂന്നാമത് കോമ്പൗണ്ട്സ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. നാലാമത് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിംഗ്. അഞ്ചാമത്തെ റെലവൻസ് ഓഫ് KBR, NBC ആൻഡ് CRZ നോംസ്. ആറാമത്തെയാണ് ബിൽഡിംഗ് ഏരിയ. അതിൽ കുറേ ടേംസ് ആണ് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റത്തെ വേരിയസ് ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നാ നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിനെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊന്നിക്കിൽ വെഹിക്കിളിനെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ളതായിരിക്കും. നമുക്കിപ്പോൾ ഉള്ളത് 3 മോഡ്സ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്നുള്ളത്: എയർ, വാട്ടർ, അതേപോലെ തന്നെ റോഡ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ് ദി ഡിസൈൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം സച്ച് ആസ് ഹൈവേ, റോഡ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഇത് ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഡിസൈനാണ്. അതേ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഹൈവേ, റോഡ്, അതേപോലെ തന്നെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്കാണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷനും മെയിൻ്റെനൻസും. അതേപോലെ തന്നെ നമ്മൾ നാഷണൽ വെൽത്ത് എങ്ങനെ മെഷർ ചെയ്യുകയെന്ന് വെച്ചാൽ റോഡിൻ്റെയും റെയിൽവേൻ്റെയും ഫെസിലിറ്റി അവൈലബിൾ ആയതിനെ വെച്ചിട്ടാണ് നമ്മൾ നാഷണൽ വെൽത്ത് മെഷർ ചെയ്യുക. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെയാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ് ദി ഡിസൈൻ ഓഫ് സ്മോൾ ആൻഡ് ലാർജ് സ്ട്രക്ചർ. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പറയുന്നത് നമ്മുടെ സ്മോളും ലാർജും ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാവല്ലോ, ബിൽഡിങ്, അതേപോലെ തന്നെ ബീം, അതേപോലെ തന്നെ ബ്രിഡ്ജ്, അതിൻ്റെ എല്ലാം ഡിസൈനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഇൻവോൾവ് ചെയ്യുന്നത്. ഈ സ്മോൾ ആൻഡ് ലാർജ് കൂടാതെ നമുക്ക് ആ സ്ട്രക്ചറിന് RCC സ്ട്രക്ചറിനും സ്റ്റീൽ സ്ട്രക്ചറിനും മാറ്റാം. RCC സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമ്മളെ റിട്ടൈനിങ് വാള്, അതേപോലെ തന്നെ ബ്രിഡ്ജ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഇതൊക്കെയാണ് RCCയിൽ വരിക. സ്റ്റീൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ റെയിൽവേ പ്ലാറ്റ്ഫോം, അതേപോലെ തന്നെ സ്റ്റീൽ ബ്രിഡ്ജ്, അങ്ങനത്തെ എല്ലാമാണ് സ്റ്റീൽ സ്ട്രക്ചറിലും വരിക. ഇതിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, പ്രഷർ, അതെല്ലാം നമ്മളെ എൻവയോൺമെൻറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എൻഷുർ ചെയ്യും. അതേപോലെ തന്നെ ഈ സ്ട്രക്ചർ നമുക്ക് നമ്മളെ ലൈഫ് സൈക്കിളിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യാനും പറ്റണം. അതാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ പറയുന്നത്. സോ അടുത്തെയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. മൂന്നാമത്തെ ടൈപ്പാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന സോയിലിൻ്റെ സ്റ്റഡീനെയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഡീൽ ചെയ്യുക. ഇതിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് വെച്ചാൽ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് ക്ലേ, സിൽട്ട്, റോക്ക്, സ്നോ ആൻഡ് ഇതിനാണ് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ രണ്ടാമത്തെയാണ് ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ. മൂന്നാമത്തെയാണ് മെഷർമെൻറ്റ് ഓഫ് സോയിൽ പാരാമീറ്റർ ആൻഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ നാലാമത്തെ ടൈപ്പാണ് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദി കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കനാൽ, റിസർവോയേഴ്സ്, ഡാംസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ടു ദി ലാൻഡ് ആൻഡ് ഹാർബർ. നമ്മളെ ഈ വാട്ടറെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, കനാല്, അതേപോലെ തന്നെ റിസർവോയർ, ഡാം, അതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷനും പിന്നെ മെയിൻ്റനൻസും ആണ് വാട്ടർ റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഞ്ചാമത്തെയാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് with the purification of water, drinking water supply, disposal of liquid, soil waste management and pollution control, etc. ഇതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ടോപ്പിക്കാണ് നമ്മളെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ്. ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ആസ് പെർ NBC എന്ന് വെച്ചാൽ നാഷണൽ ബിൽഡിംഗ് കോഡ്. അതിൽ 9 ഗ്രൂപ്പാണുള്ളത്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, അങ്ങനെ പറഞ്ഞിട്ട് 9 ഗ്രൂപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യത്തെയാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ എന്താ പറയുന്നത് വെച്ചാൽ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ വിത്ത് ഓർ വിത്തൗട്ട് കുക്കിംഗ് ഓർ ഡൈനിങ്. അതാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നെ സബ് ഗ്രൂപ്പാക്കി മാറ്റുന്നത് A1, A2, A3 അങ്ങനെ. A1 ആണ് ലോഡ്ജിങ്, A2 1 or 2 ഫാമിലി, A3 ഡോർമെൻട്രീസ്, A4 അപ്പാർട്ട്മെൻറ്റ് ഹൗസസ്, A5 ഹോട്ടൽസ് ഉണ്ട്. അത് സ്റ്റാർഡും ഉണ്ട്, സ്റ്റാർഡ് ഇല്ലാതെയും ഉണ്ട്. സോ രണ്ടാമത്തെ ഗ്രൂപ്പാണ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഡ്യൂക്കേഷണൽ ബിൽഡിങ്സും അതിൽ വരും, സ്കൂൾസ് വരും, കോളേജ് വരും, അതിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൽ വരും. അതിൻ്റെ സബ് ഗ്രൂപ്പാണ് B1, B2. B1 എന്ന് വെച്ചാൽ സ്കൂൾ അപ് ടു സീനിയർ സെക്കൻഡറി ലെവൽ. B2 ആണ് ഓൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്. അടുത്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ഗ്രൂപ്പ് C. ഗ്രൂപ്പ് C എന്താണെന്ന് വെച്ചാൽ യൂസ്ഡ് ഫോർ മെഡിക്കൽ ഓർ അതർ ട്രീറ്റ്മെൻറ്റ്
കെയർ ട്രീറ്റ്മെൻറ്റ് കെയർ ഓഫ് പേഴ്സണൽ സഫറിങ് ഫ്രം ദി മെൻ്റൽ ഇൽനെസ് ഓർ ഏജ്ഡ് പേഴ്സൺ. അതിനെ പിന്നെ സബ് ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട് C1, C2, C3. C1 ആണ് ഹോസ്പിറ്റൽ, C2 ഓൾഡ് ഏജ് ഹോം, C3 മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയൊക്കെയാണ് ഗ്രൂപ്പ് സിയിൽ പറയുന്നത്. അടുത്തതാണ് ഗ്രൂപ്പ് ഡി, അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിംഗ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് വെയർ നോട്ട് ലെസ് ദാൻ 50% ഗ്യാദർ ഫോർ അമ്യൂസ്മെൻറ്റ്, സോഷ്യൽ, സിവിൽ, പാട്രിയോട്ടിക്, ട്രാവൽ ആൻഡ് സിമിലർ പേർപ്പസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 50 കുറയാതെ ആൾക്കാരൊക്കെ അല്ലേ ഒരുമിച്ച് വരേണ്ടിയിട്ട്, സിവിൽ, സോഷ്യൽ, സിവിൽ, പിന്നെ ട്രാവൽ, അങ്ങനത്തെ എല്ലാം കുറേ പർപ്പസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടേണ്ടിയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. അതിന് നമുക്ക് പിന്നെയും സബ്ബാക്കി മാറ്റുന്നുണ്ട്. ഓഡിറ്റോറിയം, തിയേറ്റർ, അസംബ്ലി ഹാള്, ടൗൺ ഹാള്, മ്യൂസിയം. ഓക്കെ, അടുത്താണ് ഗ്രൂപ്പ് ഇ. ഗ്രൂപ്പ് ഇ ആണ് ബിസിനസ് ബിൽഡിംഗ്. ബിസിനസ് ബിൽഡിംഗ് വെച്ചാൽ ഫോർ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്, ഫോർ കീപ്പിംഗ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് റെക്കോർഡെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബിൽഡിങ്. അതിന് പിന്നെ ഡിവൈഡ് ചെയ്യുന്നത് E1, E2, E3 അങ്ങനെ. E1 പറയുന്നതെന്ന് വെച്ചാൽ ഓഫീസ്, ബാങ്ക് അങ്ങനത്തെ എല്ലാം E1 ഉള്ളത്. E2 ലാബ്, പിന്നെ ലൈബ്രറീസ് എല്ലാം E2 പിന്നെ E3 കമ്പ്യൂട്ടർ ഇൻസ്റ്റാളേഷൻ, E for ടെലിഫോൺ എക്സ്ചേഞ്ചസ്, E5 ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻ. അതാണ് ഗ്രൂപ്പ് ഇയിൽ പറഞ്ഞത്. ഗ്രൂപ്പ് എഫ് എന്ന് വെച്ചാൽ മർക്കൻഡൈൽ ബിൽഡിംഗ്. മർക്കൻഡൈൽ വെച്ചാൽ സെയിലും പിന്നെ ഡിസ്പ്ലേ എല്ലാം ഒരു പ്ലേസ്, ഒരു ബിൽഡിംഗ്. അതാണ് മാർക്കൻഡൈൽ ബിൽഡിങ്ങിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഫോർ ഷോപ്പ്, സ്റ്റോർ, മാർക്കറ്റ്, ഫോർ സെയിൽ ആൻഡ് ഡിസ്പ്ലേ ഓഫ് മാർക്കൻഡൈസ്. അതിനെ പിന്നെ സബ്ബാക്കുന്നത് F1 ഷോപ്പ്, സ്റ്റോർ വിത്ത് ഏരിയ ലെസ് ദാൻ 500 മീറ്റർ സ്ക്വയർ. ലെസ് ദാൻ 500 മീറ്റർ സ്ക്വയറിലെ ഏരിയയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് F1. F2 ഷോപ്പ്, സ്റ്റോർ വിത്ത് ഏരിയ ഗ്രേറ്റർ ദാൻ 500 മീറ്റർ സ്ക്വയർ. 500 മീറ്റർ സ്ക്വയറിൽ കൂടുതലുള്ള ഏരിയയുള്ള ബിൽഡിംഗ് ആണ് F2 വരുന്നത്. F3 വെച്ചാൽ അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെൻറ്റർ. അടുത്ത ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ജി, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. അതിലെന്താ പറയുന്നത് വെച്ചാൽ എനി ബിൽഡിംഗ് ഇൻ വിച്ച് പ്രൊഡക്റ്റ് ഓർ മെറ്റീരിയൽസ് ഓഫ് ഓൾ കൈൻഡ്സ് ആർ ഫാബ്രിക്കേറ്റഡ്, അസംബിൾഡ്, മാനുഫാക്ചർഡ് ഓർ പ്രോസസ്ഡ്. എന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം മാനുഫാക്ചർ ചെയ്യാനും അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. അതിനെ പിന്നെയും 3 സബ് ഗ്രൂപ്പായിട്ട് മാറ്റുന്നുണ്ട്. ലോ ഹസാഡസ് ഇൻഡസ്ട്രി, അതുപോലെ തന്നെ മോഡറേറ്റഡ് ഹസാഡസ് ഇൻഡസ്ട്രി, പിന്നെ ഉള്ളത് ഹൈ ഹസാഡസ് ഇൻഡസ്ട്രി. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. അടുത്ത ഗ്രൂപ്പ് എച്ച് ആണ് സ്റ്റോറേജ് ബിൽഡിംഗ്. സ്റ്റോറേജ് ബിൽഡിംഗ് വെച്ചാൽ യൂസ്ഡ് ഫോർ സ്റ്റോറേജ്, സർവീസിങ്, പ്രോസസ്സിങ് ഓർ റിപ്പയറിംഗ് ഓഫ് ഗുഡ്സ്, മെർക്കൻഡൈസ് എക്സെട്ര. ഈ സാധനങ്ങളിൽ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാനും പിന്നെ സർവീസ് ചെയ്യാനൊക്കെയാണ് സ്റ്റോറേജ് ബിൽഡിംഗ് യൂസ് ചെയ്യുക. അടുത്ത ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ഐ. ഗ്രൂപ്പ് ഐ എന്ന് വെച്ചാൽ ഹസാഡസ് ബിൽഡിംഗ്. യൂസ്ഡ് ആസ് സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ്, മാനുഫാക്ചറിംഗ് ഓർ പ്രോസസ്സിംഗ് ഓഫ് ഹൈലി കമ്പസ്റ്റബിൾ ഓർ എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഓർ പ്രൊഡക്റ്റ്. എന്നുവെച്ചാൽ നമ്മൾ ഹസാഡസ് ആയിട്ടുള്ള ആൽക്കലി അതേപോലത്തെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതെല്ലാം അതൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ മാനുഫാക്ചറിങ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഹസാഡസ് ബിൽഡിംഗ്. സോ നമ്മളെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് കോമ്പൗണ്ട്സ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. നമ്മൾ ബിൽഡിങ്ങിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണുള്ളത്. സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനെ ഫൗണ്ടേഷൻ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഉള്ളത് സൂപ്പർ സ്ട്രക്ചർ. ഈ സബ്സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ സബ്സ്ട്രക്ചർ ഈസ് എ പോർഷൻ ഓഫ് ബിൽഡിംഗ് ബിലോ ഗ്രൗണ്ട് ലെവൽ വിച്ച് ഈസ് ട്രാൻസ്മിറ്റ് ദ ലോഡ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ടു ദ സോയിൽ ഈസ് ഓൾസോ കോൾഡ് ഫൗണ്ടേഷൻ. ഈ സബ്സ്ട്രക്ചർ നമ്മുടെ സോയിൽ അഥവാ ഗ്രൗണ്ട് ലെവലിന് താഴെയായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള വരുന്ന ലോഡ് നമ്മുടെ സോയിലിലേക്ക് അല്ലെങ്കിൽ എർത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ സൂപ്പർ സ്ട്രക്ചർ ഈസ് ദി കോമ്പൗണ്ട് ഓഫ് ബിൽഡിംഗ് വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് എബോവ് ദി സബ്സ്ട്രക്ചറിന് മുകളിലായിരിക്കും സൂപ്പർ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതാണ് നമ്മളെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെ ക്രോസ് സെക്ഷൻ ഓഫ് ബിൽഡിങ്. സബ്സ്ട്രക്ചർ താഴെയും സൂപ്പർ സ്ട്രക്ചർ മുകളിലും കൊടുത്തിരിക്കുന്നുണ്ടാവും. ഈ ഫിഗർ വരച്ച് പഠിക്കാം. എക്സാമിലും ചോദിക്കുന്നതാണ്. നല്ലോണം വരച്ച് പഠിക്കണം. ഇതിൻ്റെ ഭാഗ്യമെല്ലാം എഴുതി പഠിക്കുകയും ചെയ്യണം. ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വേരിയസ് പാർട്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ. ഫസ്റ്റത്തെയാണ് ബേസ്മെൻറ്റ്. ബേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലൈസ് ബിറ്റ്വീൻ ഗ്രൗണ്ട് ലെവൽ ആൻഡ് പ്ലിന്ത് ലെവൽ. ഗ്രൗണ്ട് ലെവൽ നമ്മളിപ്പം കാണിച്ചിരുന്ന ഫിഗർ കണ്ടിട്ടല്ലോ, ഗ്രൗണ്ട് ലെവൽ. പ്ലിന്തും കണ്ടിട്ടല്ലോ, പ്ലിന്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ലൈനാണ് പ്ലിന്ത് ലെവൽ. സോ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ബേസ്മെൻറ്റ് ലൈസ് ചെയ്യുന്നത്. സോ അടുത്തതെന്ന് വെച്ചാൽ പ്ലിന്ത് എന്താണെന്ന് വെച്ചാൽ top outer edge of the basement around the building helps in transmit the load from superstructure to substructure, protect the building from moisture, rainwater, dust, insect, etc.
ഇപ്പം കാണിച്ചെന്ന ബേസ്മെൻറ്റിൻ്റെ ഔട്ടർ എഡ്ജിലായിരിക്കും പ്ലിന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡ് സബ്സ്ട്രക്ചറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിരിക്കും ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് നമ്മളെ ബിൽഡിങ്ങിനെ മോയ്സ്ചറിൽ നിന്നും അതേപോലെ തന്നെ റെയിൻ വാട്ടർ, ഡസ്റ്റ്, ഇൻസെക്റ്റ് ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് പ്ലിന്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഫംഗ്ഷൻ. അടുത്തതെന്ന് വെച്ചാൽ ഡാം പ്രൂഫ് കോഴ്സ് എന്താണെന്ന് വെച്ചാൽ എ ലെയർ ഓഫ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ പ്രൊവൈഡഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ബേസ്മെൻറ്റ് ടു പ്രിവെൻറ്റ് ഡാംനെസ് ഓൺ ദി വാൾ ഈസ് കോൾഡ് ഡാം പ്രൂഫ് കോഴ്സ്. ഒരു ലെയർ നമുക്കിപ്പം കണ്ട ബേസ്മെൻറ്റില്ല അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഡാം പ്രൂഫ് കോഴ്സ്. അതെന്തിനാന്ന് വെച്ചാൽ വാൾസിലുള്ള ഡാംനെസ് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ ലെയർ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഫ്ലോർ ആർ പ്രൊവൈഡഡ് ടു ഡിവൈഡ് എ ബിൽഡിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഫോർ ക്രിയേറ്റിംഗ് മോർ അക്കോമഡേഷൻ വൺ എബോവ് ദി other. Give a plain hand leveled surface for equipment, furniture, etc. ഈ ഫ്ലോർ നമുക്കറിയാലോ, ഓരോരോ ലെയർ ആക്കിയിട്ട് തിരിക്കാനാണ് ഫ്ലോർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിപ്പം തന്നിരിക്കുന്ന ഫർണിച്ചർ അതിനെല്ലാം ലെവലായിട്ട് ഒരു സർഫസ് ഉണ്ടാക്കാൻ ലെവൽഡ് സർഫസിനും കൂടിയിട്ട് നമ്മൾ ഈ ഫ്ലോർ യൂസ് ചെയ്യും. അടുത്തതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാലോ, ഈ ലോവർ ഫ്ലോറിൽ നിന്ന് അപ്പർ ഫ്ലോറിലേക്ക് പോകാനാണ് സ്റ്റെപ്പ് യൂസ് ചെയ്യുക. അടുത്തതാണ് വാളൻ കോളം എന്ന് വെച്ചാൽ ഒരു വെർട്ടിക്കൽ മെമ്പറാണ്. അതേപോലെ തന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റ് ദ ലോഡ് ഓഫ് റൂഫ് ആൻഡ് ഇറ്റ് സെൽഫ് വെയ്റ്റ്. റൂഫിൻ്റെ വെയ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ സെൽഫ് വെയ്റ്റും ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് വാളും കോളവും യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് പാരപ്പെറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊവൈഡ് ബൗണ്ടറി ടു ദി ടെറസ് ആൻഡ് എൻക്ലോസ്ഡ് ഇറ്റ്. ഒരു നമ്മളെ ടെറസ് ഉണ്ടല്ലോ അതിനൊരു ബൗണ്ടറി മെയിൻ അത് ക്ലോസ് ചെയ്യേണ്ടിയിട്ടാണ് പാരപ്പെറ്റ് യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കമ്പോണൻ്റ് എന്താണെന്ന് വെച്ചാൽ ഡോർ ആൻഡ് വിൻഡോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. Door are provided to give access to outside of the building as well as connected to inner rooms of the building. നമുക്ക് ഡോർ അറിയാം, ഒന്നെങ്കിൽ പുറത്ത് പോകാനായിരിക്കും അല്ലെങ്കിൽ വേറെ റൂമിലേക്ക് കണക്ട് ചെയ്യാനായിരിക്കും ഡോർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിൻഡോ ഈസ് ഓപ്പണിംഗ് പ്രൊവൈഡഡ് ഫോർ വെന്റിലേഷൻ ആൻഡ് നാച്ചുറൽ ലൈറ്റ്. വിൻഡോ നമുക്ക് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാം, അതിൽ നിന്ന് നാച്ചുറൽ ലൈറ്റ് വരാൻ, കാറ്റ് വരാൻ, അങ്ങനത്തെ എല്ലാ പർപ്പസിന് വേണ്ടിയിട്ടാണ് വിൻഡോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ബീം ആൻഡ് ലിൻഡൽ എന്താണെന്ന് നോക്കാം. ബീം ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ വിച്ച് ക്യാരീസ് ഫ്ലോർ, സ്ലാബ് ഓർ റൂഫ്. ബീം ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറാണ്, അത് ഫ്ലോർ, സ്ലാബ്, റൂഫ് ഇതിനെല്ലാം ക്യാരി ചെയ്യും. അടുത്തതെന്ന് വെച്ചാൽ അടുത്തതെന്ന് വെച്ചാൽ ലിൻഡൽ ഈസ് എ ബീം വിച്ച് സപ്പോർട്ട് ദി മാസൻട്രി വർക്ക് ഓവർ ഓപ്പണിംഗ് ഇൻ ദി വാളിൻ്റെ മുകളിലുള്ള മാസൻട്രി വർക്കെല്ലാം സപ്പോർട്ട് ചെയ്യാനായിരിക്കും ലിൻഡൽ യൂസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്തതാണ് സൺഷെയ്ഡ് എന്നാ നോക്കാം. ഇറ്റ് ഈസ് എ പ്രൊജക്ഷൻ പ്രൊവൈഡഡ് ഔട്ട്സൈഡ് എ ബിൽഡിംഗ് എബോവ് ദി ഡോർ ആൻഡ് വിൻഡോ ടു പ്രിവെൻറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആൻഡ് റെയിൻ ടു ദ റൂം. നമുക്കറിയാം സൺഷെയ്ഡ് മെയിനായിട്ട് യൂസ് ചെയ്യുക നമുക്ക് ഒന്നിക്കിൽ നമ്മളെ ഡോറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വിൻഡോൻ്റെ മുകളിൽ ഒക്കെ ആയിരിക്കും ഈ സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതെന്തിനാന്ന് വെച്ചാൽ ഈ മഴയും വെയിലെല്ലാം കൊള്ളുമ്പോൾ ഡയറക്റ്റ് നമ്മളെ റൂമിലേക്ക് വരാണ്ടിരിക്കേണ്ടിയിട്ടാണ് സൺഷെയ്ഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതാണ് സൺഷെയ്ഡിൻ്റെ ഫംഗ്ഷൻ. അടുത്തെന്ന് വെച്ചാൽ റൂഫ് എന്ന് വെച്ചാൽ കവർ ദി ബിൽഡിംഗ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ദി റെയിൻ, വിൻഡ്, സ്നോ, സൺലൈറ്റ് എക്സെട്ര. ഇറ്റ് മേ ബി ഫ്ലാറ്റ്, സ്ലോപ്പിംഗ് ഓർ കർവ് ടൈപ്പ്. റൂഫ് നമുക്കറിയാം. റൂഫ് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മളെ റെയിന്, വിൻഡ്, സ്നോ, സൺലൈറ്റ് ഇതെന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതൊന്നിക്കൽ ഫ്ലാറ്റ് ആയിരിക്കും, സ്ലോപ്പ് ആയിരിക്കും, കർവ്ഡ് ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കും. ഇതാണ് റൂഫ്. അടുത്താണ് വെതറിംഗ് കോഴ്സ് എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലെയർ പ്രൊവൈഡഡ് ഓവർ ദി റൂഫ് സ്ലാബ് ടു പ്രൊട്ടക്ട് ദി റൂഫ് ഫ്രം വെതറിംഗ് ഏജൻസീസ് ലൈക്ക് സൺലൈറ്റ്, റെയിൻ ആൻഡ് വിൻഡ്. ഇത് നമ്മളെ റൂഫിൻ്റെ മുകളിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ റൂഫിനെ വെതറിംഗ് ഏജൻസീസിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. വെതറിംഗ് ഏജൻസീസ് എന്ന് വെച്ചാൽ സൺലൈറ്റ്, റെയിന്, വിൻഡ് എന്നിവയിൽ നിന്നൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളെ കോമ്പൗണ്ട്സ് ഓഫ് ബിൽഡിംഗ്. സോ ഇനി അടുത്ത ടോപ്പിക്കാണ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിംഗ്. നമ്മളൊരു ബിൽഡിംഗ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. മസ്റ്റ് ഹാവ് റെഗുലർ ഷേപ്പ് വിത്ത് സഫിഷ്യൻറ്റ് ഫ്രണ്ടേജ്. നമുക്ക് ഒരു ബിൽഡിംഗ് സെലക്ട് ചെയ്ത് നോക്കുക, അപ്പോൾ അതിന് എന്തായാലും ഒരു റെഗുലർ ഷേപ്പ് വേണം. ഒരു വല്ലാതെ ആകൃതിയിലൊക്കെയാണ് നമുക്ക് ബിൽഡിങ് എടുത്താൽ തന്നെ
അത് ശരിയാക്കി എടുക്കാൻ എന്തായാലും കുറച്ച് പൈസ ആവശ്യമുണ്ടാകും. സോ അതിനും നല്ലത് നമ്മൾ ഏറ്റവും നല്ല റെഗുലർ ഷേപ്പിൽ നോക്കിയെടുക്കാനും പിന്നെ സഫീഷ്യൻറ്റ് ഫ്രണ്ടേജ് ഉള്ളത് നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതെന്ന് വെച്ചാൽ ദ സൈറ്റ് ഷുഡ് ബി ഫെയർലി ലെവൽ വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് സോയിൽ. അത് ആ ലെവല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന അഥവാ കുന്നോ അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ നമുക്കത് ലെവലാക്കാനും പൈസ വേണ്ടി വരും. സോ എടുക്കുമ്പം മാക്സിമം അതെന്തായാലും ലെവലായിരിക്കണം. ലെവലുള്ള സൈറ്റ് എടുക്കുന്നതായിരിക്കും പിന്നെയും നല്ലത്. അതേപോലെ തന്നെ അതിൻ്റെ സോയിൽ നല്ല ക്വാളിറ്റി ഉള്ള സോയിലും ആയിരിക്കണം. ദ ലൊക്കേഷൻ ഷുഡ് ബി കാം ബട്ട് റീസണലി ഡെവലപ്ഡ്. നമ്മളെന്തായാലും എടുക്കുക വളരെ സൗണ്ടുള്ള ഏരിയ, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് കാമായിരിക്കണം. അതേപോലെ തന്നെ റീസണലി ഡെവലപ്ഡ് ആയിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ ഷുഡ് ഹാവ് നാച്ചുറൽ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ. നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടണം, അതേപോലെ തന്നെ വെന്റിലേഷനും കിട്ടിയിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ ഏരിയ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ഡെവലപ്മെൻറ്റിന് സഫീഷ്യൻ്റിലായിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ സ്കൂൾ, മാർക്കറ്റ്, റിക്രിയേഷൻ സെൻറ്റർ ഷുഡ് ബി നിയർ. നമ്മൾ സ്കൂൾ, മാർക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സും നമ്മളെ സൈറ്റിന് അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഷുഡ് ബി വെൽ കണക്റ്റഡ് ബൈ റോഡ് ആൻഡ് അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അതന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ പെട്ടെന്ന് എത്താനായിട്ടെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള സ്ഥലത്തായിരിക്കും. അതുപോലെ തന്നെ റോഡ് വെഹിക്കിൾസ് എല്ലാം ഏറ്റവും കൂടുതൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സൈറ്റായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ നമ്മൾ നോക്കണ്ടേ. അതാണ് അതിൽ പറഞ്ഞത്. അടുത്തെന്ന് വെച്ചാൽ ഈ ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഗുഡ് നല്ലതായിരിക്കണം. അതെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് സ്വീവർ ലൈൻ ഷുഡ് ബി അവൈലബിൾ. ഇതൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം. അതേപോലെ തന്നെ ഫ്ലഡ് പ്രോൺ ഏരിയ, വാട്ടർ ലോഗ്ഡ് ഏരിയ ഷുഡ് ബി അവോയ്ഡഡ്. ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ളതും പിന്നെ വാട്ടർ ലോഗ്ഡ് ഏരിയ എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കണം. പിന്നെ ഷുഡ് ഹാവ് ഗുഡ് ഡ്രെയിനേജ് പ്രോപ്പർട്ടി എല്ലാം ഗുഡ് ആയിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി എവേ ഫ്രം ഹസാർഡസ് ഇൻഡസ്ട്രി. ഓക്കെ, ഹസാർഡസ് ഇൻഡസ്ട്രി എന്നെല്ലാം ദൂരെ ആയിരിക്കണം. അടുത്തതെന്ന് വെച്ചാൽ പ്രോപ്പർ ഓണർഷിപ്പ് ആൻഡ് അതർ ലീഗൽ മാറ്റർ ഹാവ് ടു ബി ചെക്ക്ഡ്. അതൊരു മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. അതിൻ്റെ ഓണർഷിപ്പും പിന്നെ അതിൻ്റെ ലീഗൽ മാറ്റർ എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നോക്കാം നമുക്ക്. അടുത്ത ടോപ്പിക്കാണ് ടെർമിനോളജി. ഇതിൽ കുറേ പോയിൻറ്റ്സ് എല്ലാം ഓരോരോ വേർഡ്സിൻ്റെ എല്ലാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച് നിൽക്കാം. ഇതെന്താണ്, പ്ലോട്ട് ഏരിയ എന്താണ്, പ്ലിന്ത് എന്താണ്, പ്ലിന്ത് ഏരിയ എന്താണ്, ഇതെല്ലാം എക്സാമിന് ചോദിക്കാം. സോ അതെന്താ നമുക്കത് നോക്കാം. പ്ലോട്ട് ഓർ സൈറ്റ് ഇതെന്താണെന്ന് വെച്ചാൽ എ പീസ് ഓഫ് ലാൻഡ് എൻക്ലോസ്ഡ് ബൈ ഡെഫിനിറ്റ് ബൗണ്ടറി. നമുക്കറിയാം നമുക്കൊരു ബൗണ്ടറി ഉള്ളതാണ് നമ്മളെ പ്ലോട്ട് വരിക. നമ്മളെല്ലാവരും പ്ലോട്ടിന് ഒരു പ്രത്യേക ബൗണ്ടറി ഉണ്ടാവും, അതാണ് പ്ലോട്ട്. എ പീസ് ഓഫ് ലാൻഡ് എൻക്ലോസ്ഡ് വിത്ത് ഡെഫിനിറ്റ് ബൗണ്ടറി. ഓക്കെ, അതെന്ന് വെച്ചാൽ പ്ലോട്ട് ഏരിയ എൻക്ലോസ്ഡ് ബൈ ഡെഫിനിറ്റ് ബൗണ്ടറി. ആ എൻക്ലോസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഏരിയയാണ് പ്ലോട്ട് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത വെച്ചാൽ ബിൽഡിംഗ് ഓർ സെറ്റ് ബാക്ക് ലൈൻ. അതെന്ന് വെച്ചാൽ എ ലൈൻ യൂഷ്വലി പാരലൽ ടു ദ പ്ലോട്ട് ബൗണ്ടറി ലെയ്ഡ് ഡൗൺ ബൈ അതോറിറ്റി ബിയോണ്ട് വിച്ച് ഈസ് നോട്ട് കൺസ്ട്രക്റ്റഡ് ഈസ് പെർമിറ്റഡ് ടുവേർഡ്സ് ദി ബൗണ്ടറി. ബിൽഡിംഗ് ഓർ സെറ്റ് ലൈൻ അത് നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി ഉണ്ടല്ലോ, അതിനെ പാരലായിട്ട് വേണം സെറ്റ് ബാക്ക് ലൈന് ഉണ്ടാവാൻ. അതേപോലെ തന്നെ അതോറിറ്റി ബിയോണ്ട് വിച്ച് നോ കൺസ്ട്രക്ഷൻ ഈസ് പെർമിറ്റഡ് ടുവേർഡ്സ് ദി ബൗണ്ടറി. നമ്മൾ ഈ ബൗണ്ടറിക്ക് അപ്പുറം ഒരു കൺസ്ട്രക്ഷനും പെർമിറ്റ് ചെയ്യത്തില്ല. അടുത്തതെന്ന് വെച്ചാൽ ഓപ്പൺ സ്പേസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി പ്ലോട്ടാണ് ഓപ്പൺ സ്പേസ്. അടുത്തതെന്ന് വെച്ചാൽ പ്ലിന്ത് നമ്മൾ നേരത്തെ കമ്പോണൻസ് ഓഫ് ബിൽഡിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. എ പോർഷൻ ഓഫ് സ്ട്രക്ചർ ബിറ്റ്വീൻ സർഫസ് ഓഫ് സറൗണ്ടിങ് ഗ്രൗണ്ട് ആൻഡ് സർഫസ് ഓഫ് ഫ്ലോർ ഇമ്മീഡിയറ്റ്ലി അബോവ് ദി ഗ്രൗണ്ട്. നമുക്കറിയാം പ്ലിന്ത് സർഫസ് ഓഫ് ഗ്രൗണ്ടിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ സർഫസ് ഓഫ് ഫ്ലോറിനും ഇടയിലുള്ളതാണ് പ്ലിന്ത്. അടുത്തതെന്ന് വെച്ചാൽ പ്ലിന്ത് ഏരിയ എന്താണെന്ന് വെച്ചാൽ ബിൽഡപ്പ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് ദി ഫ്ലോർ ലെവൽ ഓഫ് ദി ബേസ്മെന്റ്. അതാണ് പ്ലിന്ത് ഏരിയനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലോവർ സർഫസ് ഇൻ എ സ്റ്റോറി ഇൻ വിച്ച് വൺ വാൾസിൻ്റെ ബിൽഡിംഗ്. നമ്മളേറ്റവും അടിയിലുള്ള നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു സ്ട്രക്ചറാണ് ഫ്ലോർ. അതെന്ന് വെച്ചാൽ ഫ്ലോർ ഏരിയ എന്ന് വെച്ചാൽ യൂസബിൾ കവേർഡ് ഏരിയ ഓഫ് ബിൽഡിംഗ് അറ്റ് ഫ്ലോർ ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഫ്ലോർ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർപ്പറ്റ് ഏരിയ എന്ന് വെച്ചാൽ കവേർഡ് ഏരിയ ഓഫ് യൂസബിൾ റൂംസ് അറ്റ് എനി ഫ്ലോർ ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന
നമുക്ക് റൂംസിനെല്ലാം യൂസ് ചെയ്യാൻ നമ്മൾക്ക് റൂംസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന കവേർഡ് ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് കവേർഡ് ഏരിയ. കവേർഡ് ഏരിയ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ബിൽഡിംഗ് ഇമ്മീഡിയറ്റ്ലി അബൌട്ട് പ്ലിന്ത് ലെവൽ. എന്ന് വെച്ചാൽ നമ്മളെ പ്ലിന്ത് ലെവലിന് മുകളിലുള്ള ഗ്രൗണ്ട് ഏരിയ കവർ ചെയ്ത ബിൽഡിങ്ങിൻ്റെ ഏരിയ ആണ് കവേർഡ് ഏരിയ. അടുത്തെന്ന് വെച്ചാൽ ഫാർ എന്ന് വെച്ചാൽ ഫ്ലോർ ഏരിയ റേഷ്യോ. അതെന്ന് വെച്ചാൽ ടോട്ടൽ ഫ്ലോർ. അടുത്താണ് ഫാർ എന്ന് വെച്ചാൽ ടോട്ടൽ ഫ്ലോർ ഏരിയ ഓഫ് ഫ്ലോർസ് ഡിവൈഡ് ബൈ പ്ലോട്ട് ഏരിയ. ഇതാണ് ഫാറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത ടോപ്പിക്കാണ് റെലവൻസ് ഓഫ് NBC, KBR ആൻഡ് CR സെറ്റ്. ഫസ്റ്റ് തന്നെ NBC ആണ് പറയാനുള്ളത്. NBC എന്ന് വെച്ചാൽ നാഷണൽ ബിൽഡിംഗ് കോഡ്. സോ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ബിൽഡിംഗ്, ഓൺ ഫയർ ആൻഡ് ലൈഫ് സേഫ്റ്റി, ബിൽഡിംഗ് മെറ്റീരിയൽ, ലാൻഡ്സ്കേപ്പ് ഡെവലപ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ഈ നാഷണൽ ബിൽഡിംഗ് കോഡ് നമ്മുടെ ലൈഫ് സേഫ്റ്റി, ബിൽഡിംഗ് മെറ്റീരിയൽ ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഇറ്റ് റെഗുലേറ്റ് സ്ട്രക്ചറൽ ഡിസൈൻ അസെപ്റ്റ് ലൈക്ക് ലോഡ്, ഫോഴ്സ്, സോയിൽ, ഫൗണ്ടേഷൻ. ഈ കോഡ് നമുക്ക് സ്ട്രക്ചറൽ ഡിസൈന് വേണ്ട കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യും. എക്സെപ്റ്റ് നമുക്ക് ലോഡ്, ഫോഴ്സ്, സോയിൽ അതേപോലെ തന്നെ ഫൗണ്ടേഷൻ അതിൻ്റെ കാര്യങ്ങളൊന്നും റെഗുലേറ്റ് ചെയ്യില്ലെങ്കിലും ബാക്കി ഇതിന് വേണ്ട എല്ലാ മെഷർമെൻറ്റും ഈ NBC പ്രൊവൈഡ് ചെയ്യും. സോ അടുത്ത പറയുന്നത് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് ബിൽഡിംഗ് സർവീസസ് ലൈക്ക് ലൈറ്റ്നിങ്, നാച്ചുറൽ വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, എസ്കലേറ്റർ, ലൈഫ് എക്സെട്ര. ഓക്കെ, ദെൻ അതിൽ പിന്നെ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഇൻവോൾവ് പമ്പിംഗ് സർവീസസ് ആൻഡ് സോയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഇത് പമ്പിംഗ് സർവീസും സോയിൽ മാനേജ്മെൻറ്റും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്താണ് KBR, കേരള ബിൽഡിംഗ് റെഗുലേറ്റർ. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ KBR കൺട്രോൾ ഓവർ വേരിയസ് അസെറ്റ്. KBR കുറേ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലാൻഡ് യൂസ് പാറ്റേൺ, യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് ബ്രീസ് എക്സെട്ര. ഈ നമുക്ക് ലാൻഡ് യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെല്ലാം ഈ KBR നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ബ്രീസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും അതിലെല്ലാം കുറേ കൺട്രോൾ KBR കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദേ എൻഷുർ ദ ക്വാണ്ടിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ ബൈ ചെക്കിംഗ് ദ സർവീസ് ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ. ഇത് KBR യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഇപ്പം ബീമാണെങ്കിലും സ്റ്റെയർ ആക്കുകയാണെങ്കിൽ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഉണ്ട്. അതെല്ലാം റെഗുലേറ്റ് ചെയ്യാണ് KBR യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ദേ എൻഷുർ ക്വാണ്ടിറ്റി ആൻഡ് സേഫ്റ്റി കൺസ്ട്രക്ഷൻ ബൈ ചെക്കിംഗ് സർവീസ് ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഇൻവോൾവ് ഇൻ ദ കൺസ്ട്രക്ഷൻ. അതിൻ്റെ സേഫ്റ്റിയും ക്വാണ്ടിറ്റിയെല്ലാം ഇത് എൻഷുർ ചെയ്യും. അത് അടുത്ത് എന്താണെന്ന് വെച്ചാൽ ദേ പ്രൊവൈഡ് ലീഗൽ ബേസ്ഡ് ഓർഗനൈസ്ഡ് കൺസ്ട്രക്ഷൻ. ലീഗൽ ബേസ്ഡ് ഓർഗനൈസ്ഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അടുത്തതെന്ന് വെച്ചാൽ they collect tax according to the construction measurement. അതുപോലെ തന്നെ ഇതിൽ ഈ കൺസ്ട്രക്ഷൻ മെഷർമെൻറ്റിനുള്ള ടാക്സ് എല്ലാം കേരള ബിൽഡിംഗ് റെഗുലേഷൻ കളക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇനി അടുത്തുള്ളതാണ് CR സെറ്റ്. നമുക്ക് 4 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. CR സെറ്റ് എന്ന് വെച്ചാൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ. ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 4 സോൺ ഫോർ ദ പർപ്പസ് ഓഫ് റെഗുലേഷൻ. ഫസ്റ്റത്തെ എന്നാൽ CR1 എന്താ പറയുന്നത് വെച്ചാൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ മാത്രമായിരിക്കും CR1 ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിലെന്ന് വെച്ചാൽ നോ കൺസ്ട്രക്ഷൻ ഈസ് അലൗഡ് എക്സെപ്റ്റ് ആക്ടിവിറ്റി ഫോർ അറ്റോമിക് പവർ പ്ലാന്റ് ആൻഡ് ഡിഫെൻസ്. ഈ അറ്റോമിക് പവർ പ്ലാന്റ് ഇതിൻ്റെ എല്ലാം അല്ലാണ്ട് ബാക്കി ഒന്നിനും ഒരു കൺസ്ട്രക്ഷനും ഇവിടെ അലോഡ് ചെയ്യുന്നതല്ല ഈ CR1 സോണിൽ. അടുത്തതെന്ന് വെച്ചാൽ CR2 അർബൻ ഏരിയ ലൊക്കേറ്റഡ് ഇൻ കോസ്റ്റൽ ഏരിയാസിലാണ് ഈ CR2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിലെന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അലൗഡ് ഓൺ ദി ലാൻഡ്വേർഡ് സൈഡ് ഓൺലി. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അലൗഡ് ചെയ്യുക ലാൻഡ്വേർഡ് സൈഡിൽ മാത്രമായിരിക്കും. അടുത്തതെന്ന് വെച്ചാൽ CR3 മെയിൻലി റൂറൽ ഏരിയാസിൽ മാത്രമായിരിക്കും CR3 അലോഡ് ചെയ്യേണ്ടവ. അതിലെന്ന് വെച്ചാൽ ന്യൂ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് അലോഡ് ഇൻ ദിസ് സോൺ എക്സെപ്റ്റ് റിപ്പയറിംഗ് ഓഫ് എക്സിസ്റ്റിംഗ്. അവിടെയുള്ള ബിൽഡിംഗ് അല്ലാണ്ട് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് റിപ്പയർ ചെയ്യുകയോ അല്ലാണ്ട് വേറെ ന്യൂ ബിൽഡിങ്ങിനായിട്ട് ഒരു കൺസ്ട്രക്ഷനും ഇവിടെ അലൗഡ് അല്ല CR3 സോണിൽ. അടുത്തതെന്ന് വെച്ചാൽ CR4 അതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഏരിയ ബിറ്റ്വീൻ അക്വാട്ടിക് ആൻഡ് ടെറിട്ടോറിയൽ ലിമിറ്റ്സ്. ഈ ഏരിയ
സെറ്റ് 4ലെ ഏരിയ എന്ന് വെച്ചാൽ അക്വാട്ടിക്കും ടെറിട്ടോറിയലിൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഏരിയ. ഇതിൽ എന്താ നടക്കുക മറ്റേ ഫിഷിംഗ് ആൻഡ് റിലേറ്റഡ് ആക്ടിവിറ്റി മാത്രമേ ഇതിൽ അലൗഡ് ആയിരിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിൽ ആൻഡ് മെക് കോർണർ. താങ്ക് യു.